ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെ സ്കീമ മാർക്കപ്പുകൾ വെബ്സൈറ്റിൽ ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ വെബ്സൈറ്റിൽ റോബോട്ടോ ടെക്സ്റ്റ് ജനറേറ്റർ ടൂളാണ്. ഇതിൻ്റെ താഴെ ഞാനൊരു FAQ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ FAQന് എങ്ങനെയാണ് ഒരു FAQ സ്കീമ ജനറേറ്റ് ചെയ്തിട്ട് ഈ വെബ്സൈറ്റിൽ ഈ പേജിന് വേണ്ടിയിട്ട് ടാഗ് മാനേജർ യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു സ്കീമ മാർക്കപ്പ് ജനറേറ്റർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ ഏത് സ്കീമയാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ FAQ പേജ് ചൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. FAQ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ FAQs ആഡ് ചെയ്തിട്ടുണ്ട്. താഴെ ജനറേറ്റ് സ്കീമ ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്കീമ മാർക്കപ്പ് കോഡ് ജനറേറ്റ് ചെയ്ത് കിട്ടും. അപ്പം ഇത് കോപ്പി ചെയ്തെടുക്കാം. ഇത് കോപ്പി ചെയ്തതിന് ശേഷം ഗൂഗിൾ ടാഗ് മാനേജർ ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു പുതിയ ടാഗ് ഓപ്പൺ ചെയ്യാം. പുതിയ ടാഗ് ആഡ് ചെയ്യാം. ടാഗിൽ ഞാനിവിടെ ഒരു പേര് കൊടുക്കുകയാണ്, robots.text. robot.text generator FAQ എന്നുള്ള പേര് കൊടുക്കുകയാണ്. ടാഗ് കോൺഫിഗറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടാഗ് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കസ്റ്റം HTML ചൂസ് ചെയ്യാം. ഇതിൽ നമ്മളുടെ കോപ്പി ചെയ്തിരിക്കുന്ന FAQ സ്കീമ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ നമുക്കിത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രിഗർ ആഡ് ചെയ്യണം. അപ്പം ട്രിഗറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു പുതിയ ട്രിഗർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ പേര് കൊടുക്കുന്നത് robots.text generator പേജ് വ്യൂ എന്ന് ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ്. ട്രിഗർ കോൺഫിഗറേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ വ്യൂ പേജ് ആണ് ചൂസ് ചെയ്യുന്നത്. വ്യൂ പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ സം പേജ് വ്യൂ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സെലക്ട് വേരിയബിളിൽ ക്ലിക്ക് ചെയ്തിട്ട് പേജ് URL ചൂസ് ചെയ്യാം. പേജ് URL ചൂസ് ചെയ്ത് കണ്ടെയ്ൻസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പേജിന്റെ URL കോപ്പി ചെയ്തെടുക്കാം. ഞാൻ ഈ URL ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. എനിക്ക് ഡൊമൈൻ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു റോബോട്ട് ടെക്സ്റ്റ് ജനറേറ്റർ എന്നുള്ള വേർഡ് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. പേജ് URL ഈ റോബോട്ട് ടെക്സ്റ്റ് ജനറേറ്റർ എന്നുള്ള വേർഡ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പേജ് ഈ ട്രിഗർ വർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ടാഗ് സേവ് ചെയ്യാണ്. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിവ്യൂ ഓപ്പൺ ചെയ്യാം. പ്രിവ്യൂ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാണ്. ഓക്കെ, കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എനിക്ക് നോർമലി വന്നിരിക്കുന്ന ടാഗുകളൊക്കെ ഫയർ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന റോബോട്ടോ ടെക്സ്റ്റ് ജനറേറ്റർ FAQ ഫയർ ആയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ വെബ്സൈറ്റ്, ആ പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ടൂൾ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ടൂൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു FAQ സ്കീമ ഇവിടെ ഫയർ ആയിട്ടുണ്ട്. അപ്പോൾ വർക്കിംഗ് ആണ്, കറക്റ്റ് ആണില്ല. നമുക്കിത് ഫിനിഷ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്തിട്ട് ഈ ഒരു ടാഗ് ഞാൻ
സേവ് ചെയ്യാണ്. സബ്മിറ്റ് കൊടുക്കാം. പേര് കൊടുക്കുന്നു. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. പബ്ലിഷ് ചെയ്യാണ്. ഓക്കെ, ഇത് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് പേജാണോ സ്കീം കൊടുത്തിരിക്കുന്നത് ആ പേജിൻ്റെ URL കോപ്പി ചെയ്യാം. ഒരു പുതിയ ടാബിൽ റിച്ച് റിസൾട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൻ്റെ തന്നെ ഒരു ഒഫീഷ്യൽ ടൂൾ ഉണ്ട് നമുക്ക് സ്കീമാസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ നമ്മളുടെ URL പേസ്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള സ്കീമാസ് ഏതൊക്കെയാണോ അതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് FAQ സ്കീമാണ്. അപ്പം FAQ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൽ താഴെ ഡിക്റ്റഡ് ഐറ്റംസ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് ചെയ്താൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന FAQ താഴെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടാവും. നമ്മൾ കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു FAQ സ്കീമ ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്.